പക്ഷെ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പൊട്ടത്തരം, അതാണ് മാത്രം ഞാൻ പറയുന്നത്. ഏറ്റവും വലിയൊരു പൊട്ടത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കർമ്മശേഷിയും നമ്മുടെ കഴിവൊക്കെ നമ്മൾ എന്താന്ന് വിചാരിച്ചാൽ നമ്മുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കും. നിങ്ങളുടെ തൊഴിൽ എന്താണോ, ജോലി എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടി എന്താണോ, അതിനു വേണ്ടി നമ്മൾ പരമാവധി നമ്മളുടെ കഴിവുകളെയും സമയങ്ങളെയൊക്കെ നമ്മൾ ഉപയോഗിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര തന്നെ ഓടിയാലും എത്ര തന്നെ കഷ്ടപ്പെട്ടാലും നമ്മൾ ഓടുന്നത് നമുക്ക് കിട്ടണമെങ്കിൽ അതിനൊരു ബർക്കത്തുമാണ്. ആ ബർക്കത്ത് കിട്ടണമെങ്കിൽ എന്തുവാണെന്ന് അറിയുന്നത്, നമ്മൾ അള്ളാഹുവിന് ഒരു കൺസിഡറേഷൻ കൊടുക്കണം. പടച്ചോന് ഒരു പരിഗണന കൊടുക്കണം. പടച്ചോനൊരു പരിഗണന കൊടുത്താൽ മാത്രമേ പടച്ചോൻ നമ്മളെ കാര്യത്തിൽ ഇടപെടൂ. നിങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയാലും, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോയാലും, ജോലിക്ക് പോയാലും, അവിടെയൊക്കെ അള്ളാഹുവിന്റെ ഒരു 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 തൗഫീഖ് ഉണ്ട്. അതില്ലാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ എത്ര കണ്ട് സീരിയസ്നെസ് നമ്മുടെ തൊഴിലിനും നമ്മുടെ വ്യക്തി ജീവിതത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ചികിത്സക്കും വ്യായാമത്തിനും ഒക്കെ കൊടുക്കുന്നുണ്ടോ, അതിനേക്കാളും കുറച്ചൊരു ഇമ്പോർട്ടൻസിൽ നമ്മൾ ദീന്റെ കാര്യങ്ങളെ പരിഗണിക്കണം. അതിന് ഭയങ്കര റിസൾട്ടാണ്. ആരെങ്കിലും ഇഹലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുകയാണെങ്കിൽ ഇഹലോകത്തിൽ എല്ലാവർക്കും ഒരു കണക്കള്ള വെച്ചിട്ടുണ്ട്, അതേ കിട്ടുള്ളൂ എന്ന് പറയണത്. നിങ്ങളിപ്പോ ജീവിതം മുഴുവൻ ദുനിയാവിന് വേണ്ടി കൊടുത്താലും ദുനിയാവിന് ഒരളവുണ്ട്, അതിന്റെ അപ്പുറം ദുനിയാവ് തരും. അവിടെ അത്രയും തരും, അതിനൊരു കണക്കുണ്ട്. ആ ഓരോരുത്തർക്ക് അള്ളാഹു കണക്കാക്കി വെച്ചാൽ അതേ കിട്ടുള്ളൂ. എന്നാൽ ഒരുത്തൻ പരലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുകയാണെങ്കിലോ ഓന് ദുനിയാവും കൊടുക്കും പരലോകവും കൊടുക്കും, രണ്ടും ഒരേപോലെ കൊടുക്കും. അപ്പൊ ഏതാ ലാഭം? അപ്പൊ കുറച്ച് സമയം കിട്ടുമ്പോൾ, നിങ്ങളിപ്പോ നാട്ടിലെ ചില പരിപാടി, ഒരു യൂണിറ്റ്, ഒരു മേഖല എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയം നമ്മളതിന് മെനക്കെടുകയാണ്. പക്ഷെ ഈ മെനക്കെടുന്നോലൊക്കെ എന്താ, ഇതൊരു എക്സ്ട്രയാണ്, ആവശ്യമില്ലാത്തതാണ്, ഞാൻ നിർബന്ധിച്ചിട്ടാണ്, എന്റെ കൊണ്ട് കഴിയൂല, ഇങ്ങനെ പറഞ്ഞിട്ടാണ് കുറച്ച് ആൾക്കാരെങ്കിലും കുറച്ച് സമയം തരുന്നത്. അതുകൊണ്ടൊരു കാര്യമില്ല. നിങ്ങൾ വ്യക്തിപരമായി ദീനിന് വേണ്ടി നിങ്ങളുടെ തൊഴിലിനും നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്കും കുടുംബത്തിനും കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ദീനിന് കൊടുക്കണില്ലെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവും. അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ തൊഴിലോ ജീവിതമോ ഒന്നും വിജയിക്കില്ല. ഒരു പരിപാടി മുന്നോട്ട് പോകില്ല. ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്ന നിങ്ങൾ പാതി വഴിയിൽ തങ്ങി നിന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ തൊഴിലിനിറങ്ങിയാൽ അവിടെ നിങ്ങൾക്കൊരു വിജയം കിട്ടും. നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ അവിടെ നിങ്ങൾക്കൊരു വിജയം കിട്ടും. അപ്പൊ ഒരിക്കലും ഞാനൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോ എനിക്കൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പിന്നെ നമ്മളൊരു 97 മുതൽ ഈ സംഘടനാ മീറ്റിങ്ങുകളും പരിപാടികളിലൊക്കെ ഭാഗികമായി പങ്കെടുത്തു വരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഈ ഒരു ആയുഷ്കാലം കൊണ്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ നാടന്നില്ല. പക്ഷേ നമ്മൾ അതിനേക്കാളും പ്രാധാന്യം പലപ്പോഴും നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്കാണ് കൊടുത്തു. അതുകൊണ്ട് ഇന്നൊരിക്കലും തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞൊരു 10-30 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യാതൊരു സങ്കടമോ ഒരു സമയനഷ്ടമോ ഒന്നും തോന്നുന്നില്ല. കാരണം ഇതൊക്കെ നമുക്ക് ലഭിച്ചത് നമ്മൾ അതിന് ഒരല്പം എക്സ്ട്രാ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ്.